ഹായ്, പിന്നെയും ഞാൻ വന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാനിപ്പം ലൈവിൽ വന്നത്. അപ്പോൾ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒരു ഹായ് വിടുക. ആരുമില്ലേ? എൻ്റെ ലൈവ് കാണാൻ ആരുമില്ലേ? പത്താൾ കാണുന്നുണ്ട്. എന്നാലും ആരെങ്കിലും ഒരു ഹായ് വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയായിരുന്നു. ആരെങ്കിലും ഉണ്ടോ? ഒരു ഹായ് വിട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിപ്പെരിയാർ തന്നെയാണ്. അപ്പം ആരുമില്ലേ? ആരൊക്കെയോ ലൈക്ക് അടിക്കുന്നുണ്ട്. കാണുന്നുണ്ടെങ്കിൽ എൻ്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഹായ് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈവ് തുടങ്ങാം. കമലഹാസനാണോ? ഹായ്. അപ്പം എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതായത് വണ്ടിപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പീഡന കേസിൽ, അതായത് 6 വയസ്സുകാരി ഈ കുഞ്ഞു കൊല ചെയ്യപ്പെട്ട അതായത് വണ്ടിപ്പെരിയാർ പീഡന കേസ്. ഇതിനെപ്പറ്റി നിങ്ങൾക്കും അഭിപ്രായം പറയാം. കാരണം എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും എല്ലാവർക്കും, മക്കളും അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിൽ ഇടപെടാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം സബ്ജക്റ്റായിട്ട് എടുത്തിട്ടത്. ഈ വണ്ടിപ്പെരിയാർ പീഡന കേസിൽ പ്രതി അർജുനെ വെറുതെ വിട്ട് കോടതി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം അതാവട്ടെ ഇന്നത്തെ ചർച്ചാ വിഷയം. അതായത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ലസിത പാലക്കലിന്റെ മാത്രം അഭിപ്രായമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത്. അതായത് 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്നത് ഒറ്റ നോട്ടത്തിൽ തോന്നാം. അങ്ങനെയാണോ സത്യമായിട്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അങ്ങനെയല്ല. അതായത് 3 വയസ്സ് മുതൽ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയങ്ങളിൽ ലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീട്ടുപേരാണ്. കുട്ടിയുടെ അടുത്ത റൂമിൽ തന്നെ താമസിക്കുന്ന അർജുൻ മിഠായി നൽകി പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ചിരുന്നു. അല്ലെ? പീഡനം നടത്തിയിരുന്നു. 3 വയസ്സ് മുതൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 3 വയസ്സ് മുതലാണ് ആ കുട്ടി പീഡനം അനുഭവിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഏത് ഗണത്തിലാ പെടുത്തേണ്ടതെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയാൻ പറ്റില്ല ഒരുപക്ഷെ. 2021 ജൂൺ 30 ഈ 6 വയസ്സുള്ള കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടത്. അതായത് പീഡിപ്പിക്കപ്പെട്ടിട്ട് ആ വീട്ടിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തിയത്. അല്ലേ? അപ്പൊ ഇന്നത്തെ ആ ഒരു വിധി ഷെയിം ഓഫ് കേരള എന്ന് തന്നെ പറയാം. അല്ലെ? ഷെയിം ഓഫ് കേരള പോലീസ്. അന്നത്തെ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വളരെയധികം നാണിച്ചു പോകുന്ന വിധിയാണ് ഇന്നത്തെ ഈ ഒരു കേരള സമൂഹം കണ്ടത്. അപ്പം പിടിയിലാവുമ്പം ഈ ചെക്കൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ 22 വയസ്സ് മാത്രം പ്രായമുള്ള അർജുൻ. അപ്പം ഈ അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അർജുനല്ല, അതായത് DYFIയുടെ സജീവ പ്രവർത്തകനും പൊതുപ്രവർത്തകനും കൂടിയാണ് അദ്ദേഹം. അത് നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടാ. അന്ന് ലൈംഗികമായി പീഡിപ്പിച്ച കുഞ്ഞ് അബോധാവസ്ഥയിലേക്ക് പോവുകയും ഈ പെൺകുഞ്ഞ് മരിച്ചെന്ന് കരുതി പ്രതി കുട്ടിയുടെ വീട്ടിൽ വാഴക്കുലയുണ്ട് കെട്ടിത്തൂക്കുന്ന കയറിൽ കെട്ടി തൂക്കുകയായിരുന്നു. അന്നിപ്പം മൊഴി കൊടുത്തിരുന്നു പോലീസുകാർക്ക്. പക്ഷെ അന്നത്തെ ആ മൊഴി എവിടെ പോയി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവൻ ഇതിന് മൊഴി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എന്നാൽ പീഡനത്തിനിടെ ബോധം നഷ്ടപ്പെട്ട്, അതായത് ഈ കുഞ്ഞ് അതായത് അത്രയും വേദന സഹിച്ചും കൊണ്ട് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഈ പ്രതി അർജുനെയാണ്, അതായത് ഈ പ്രതിനെയാണ് മുമ്പ് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ കുട്ടീനെ 3 വയസ്സ് മുതൽ പീഡിപ്പിക്കുന്നതാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചെക്കൻ ഈ കുട്ടിയെ കെട്ടിത്തൂക്കിയത്. അന്ന് ഇവൻ തന്നെ പ്രതി മൊഴി കൊടുത്തിരുന്നു. അപ്പൊ അന്നത്തെ മൊഴി എവിടെ പോയി? അതാണ് ഇത്. ലസിത പാലക്കലിന്റെ മാത്രം അഭിപ്രായമാണ് കേട്ടാ. അതായത് 6 വയസ്സുള്ള കുഞ്ഞ് ജീവനോടെ കെട്ടിത്തൂക്കപ്പെടുകയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. 6 വയസ്സുള്ള ഒരു ചെറിയൊരു മോള് ലൈംഗിക പീഡനത്തിന്റെ വേദനകളും കൂടെ എല്ലാ വേദനകളും അനുഭവിച്ച് ഇഞ്ചിഞ്ചായിട്ട് 6 വയസ്സുകാരി ജീവനോടെ തന്നെയല്ലേ കൊല ചെയ്യപ്പെട്ടത്. അപ്പം ഈ പറയുന്ന ആൾക്കാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തറകളായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അകത്ത് വന്ന് ബാഡ് കമന്റ് ഇടുന്നു. ഫിറോസ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം മക്കളെ അത് നീ അല്ലടാ നോക്കേണ്ടത്. എൻ്റെ മക്കളെ ഞാൻ പൊന്നു പോലെയാണ് നോക്കുന്നത്. 1 or 2 ചാനലിൽ വന്നിട്ട് ഇരുന്നിട്ട് വീമ്പവാദം ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളെ നോക്കാത്തതല്ല. കേട്ടിനല്ലോ പറഞ്ഞത്. അപ്പോൾ ശരിക്കും നമുക്ക് തുടങ്ങാം. ഈ കുഞ്ഞിന്റെ പീഡനത്തിന് ശേഷം കെട്ടിത്തൂക്കിന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് അർജുൻ കുഞ്ഞിന്റെ മരണശേഷം വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്നതിന് സഹായങ്ങൾ ചെയ്യാൻ മുൻപന്തിയിൽ പോയിരുന്ന മാന്യനാണ് ഇദ്ദേഹം. ഈ അർജുൻ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ മരണ വീട്ടിൽ കെട്ടാനുള്ള പടുത, അതായത് ഈ
അതൊക്കെ പറയും നമ്മൾ. ആ ഒരു ഭാഷയാണ്. എനിക്ക് അതിനെ പറ്റിയിട്ട് വലിയൊരു രീതിയിലൊന്നും അറിയില്ല. എന്ത് തന്നെയായാലും ഇടതുപക്ഷ പ്രവർത്തകൻ തന്നെയായിരുന്നു നമ്മുടെ ഈ അർജുൻ. എല്ലാം വാങ്ങിച്ചു കൊടുത്തതും വീട്ടിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തതും ഇദ്ദേഹം തന്നെയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ എത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള ബന്ധുക്കൾക്ക് ഭക്ഷണം തയ്യാറാക്കാൻ മുന്നിലിട്ട് നൽകിയതും ഇവൻ തന്നെയാണെന്ന്. അപ്പോൾ ഇതൊക്കെ എവിടെ പോയി എൻ്റെ പോലീസുകാരെ? ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. അതായത് അന്നത്തെ ഈ ഒരു ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്, അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്ന ഈ അർജുൻ താമസിച്ചിരുന്നത് ചൂരക്കുളം എസ്റ്റേറ്റിൽ അറിയപ്പെടുന്ന പൊതു പ്രവർത്തകൻ. എന്താ ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നതും ഈ അർജുൻ തന്നെയായിരുന്നു എന്നും പറയുന്നുണ്ട്. നിങ്ങളെ അഭിപ്രായങ്ങൾ പോരട്ടെ. കമ്മികൾ ഇവന പിന്നെ ഇങ്ങനെ എന്താ പറയേണ്ടത്, വെള്ള പൂച്ചും. കാരണം ഡിവൈഎഫ്ഐ ആണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ള പൂച്ചാനും ക്യാപ്സ്യൂൾ ഇറക്കാനും ഒക്കെ ഇതിന് നേരം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിപ്പെരിയാർ സ്റ്റേഷൻ അതിർത്തിയിലെ മൃതദേഹങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിലല്ലേ കൊണ്ടുപോകേണ്ടത്? എന്തുകൊണ്ട് ആ കേസിൽ അത് അട്ടിമറിക്കപ്പെട്ടു? ഇതൊക്കെ ചാനലിലൊക്കെ വന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 3 വർഷം തുടർച്ചയായിട്ട് പലപ്പോഴും ഈ കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നെന്ന് അർജുൻ മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ പകർപ്പൊക്കെ എവിടെ പോയി? എന്താ ചെയ്യല്ലേ? ശരിക്കും പറഞ്ഞാൽ അന്നത്തെ പ്രായം എന്ന് പറഞ്ഞാൽ 19 വയസ്സ് ഈ ചെക്കന്. അഭിപ്രായങ്ങൾ നിങ്ങൾ ഓരോന്നായിട്ട് പോരട്ടെ. ഈ സംഭവം നടന്ന ദിവസവും 2 ദിവസം ഈ പ്രതിയായത് അർജുന് നാട്ടിലില്ലെന്ന് പറയുന്നുണ്ട്. കളവാണെന്ന് സംഭവം നടന്ന ദിവസം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ പെൺകുഞ്ഞിനെയും പ്രതിയെയും ഒരുമിച്ച് കണ്ടെന്ന് മൊഴി കൊടുത്തത് പ്രതി അർജുന്റെ ഏറ്റവും വലിയ ബന്ധു തന്നെയാ പോലും. ഈ ചെറിയ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്കത് വായിച്ചുതരാം. എവിടെ പോയി എല്ലാ തെളിവുകളും മൊഴികളും ഒക്കെ എവിടെ പോയി എന്ന് പറയുന്നുണ്ട്. ഈ പാർട്ടിയും പാർട്ടി കൊടിയും ചിലർക്ക് എന്ത് ക്രൂരതയും ചെയ്തിട്ട് വിലസി നടക്കാം എന്നതിന്റെ തെളിവാണ് ഇന്ന് പ്രതിയെ വെറുതെ വിട്ട നടപടി. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറ. വെറുതെ വിട്ടത് ഇപ്പോഴല്ല, അതായത് കേസിന്റെ തുടക്കം മുതലേ എല്ലാ നടപടികളും വളരെ മന്ദഗതിയിലാക്കിയിട്ടും പ്രതിയെ രക്ഷപ്പെടുത്താൻ സഹായമാകുന്ന തരത്തിലുമായിരുന്നു നമ്മുടെ പോലീസ് ഏമാന്മാരും അതുപോലത്തെ ബന്ധപ്പെട്ട ഡിവൈഎഫ്ഐയുടെ ആൾക്കാരൊക്കെ ചെയ്തു കൂട്ടിയിരുന്നത്. എന്താ ശരിയല്ലേ പറഞ്ഞത്? ശരി തന്നെയാണ്. ജീവനോടെ തൂക്കിലേറ്റപ്പെട്ടിട്ട് ഈ 6 വയസ്സുകാരി വിട പറഞ്ഞിട്ട് ഇന്നത്തേക്ക് 2 വർഷം. എവിടെ പോയി നീതി? വണ്ടിപ്പെരിയാർ മാത്രമല്ല, വാളയാറ് എവിടെ പോയി? ഈ അമ്മമാരെ നീതി എവിടെ പോയി? എല്ലാ സാഹചര്യ തെളിവുകളും പ്രതിക്കെതിരായി ഈ സംഭവത്തിൽ പോലും ഇങ്ങനെ ഒരു വിധി വരണമെന്നുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കാരനായതുകൊണ്ടാണ് വെറുതെ വിട്ടതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ, അല്ലേ? ഇപ്പം ഞാനായിട്ട് ഇത് പറയുന്നല്ല, നിങ്ങളതായ അഭിപ്രായം. കൊടിയുടെ കളർ നോക്കി നീതി നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നതും. നമ്പർ 1 കേരളം തന്നെ പറയാ. ഈ പാർട്ടി മാത്രമല്ല, ഇവരുടെ ഭരണം ഏൽപ്പിച്ച നിങ്ങൾ ഓരോരുത്തരും ഈ വിധിക്ക് കാരണക്കാരാന്ന്. എല്ലാവരും പ്രതികരിക്കും. ക്യാപ്സ്യൂൾ ഇറക്കുന്ന സമയമാണിപ്പോൾ. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി രക്ഷയില്ല. കാരണം അത്രയും ജനങ്ങൾ ഇന്ന് രാവിലെ മുതലേ ചാനലിൽ എല്ലാവരും കാണുന്ന ഒരു ഇത് തന്നെയാണ്. ഈ അമ്മയുടെ പൊട്ടിക്കരച്ചല്. ഈ മോള്, അതായത് ഒരൊറ്റൊരു മോളാണ്, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ജനിച്ചൊരു മോള് ഇല്ലാതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും വലിയ ഇത് തന്നെയാണ്, അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും മറുപടി പറയാവുന്നതാ. 2021 നടന്ന ഈ കൊലപാതകത്തില് ശരിക്കും പറഞ്ഞാൽ അർജുൻ പ്രതി അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടും യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ കഴിയാത്ത നമ്മുടെ കേരള പോലീസിനെ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ? അന്നത്തെ ഏമാന്മാരെ, ഞാൻ കേരള പോലീസിനെ ഒന്നടക്കം ഞാൻ പറയുന്നതല്ല, അന്നത്തെ ഏമാന്മാരെയാണ് ഞാൻ പറയുന്നത്. 14 വർഷത്തെ കാത്തിരുമ്പിന് ഒടുവിലുണ്ടായ ഈ പെൺകുഞ്ഞിനെ ഒറ്റയ്ക്ക് സമീപവാസിക്ക് അടുത്തിട്ടേച്ച് പോയ ആ അമ്മയും അപ്പനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവരെ വിശ്വാസം കൊണ്ടായിരിക്കൂലേ പോയിട്ടുണ്ടാകുക, അല്ലേ? വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്
പ്രതിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വളരെ നിരാശകരം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നിങ്ങളിനി എന്തു പറഞ്ഞു കഴിഞ്ഞാലും പ്രതിന്റെ പാർട്ടിയുടെ ബന്ധം കണക്കിലെടുത്ത് തന്നെയാണ് പോലീസ് തുടക്കം തന്നെ ഒരു മൃദുവായിട്ടുള്ള ഇതങ്ങ് എടുത്ത് വെച്ചത്. നിങ്ങൾക്കും അഭിപ്രായം പറയാ, കേരളത്തിന്റെ ഭരണ സംവിധാനങ്ങൾ എവിടെ പോയി എന്നുള്ളത് അഭിപ്രായം നിങ്ങളും പറയുക അല്ലേ. കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പ്രതിക്ക് അതായത് രാഷ്ട്രീയ സംഘടനയുമായി ബന്ധമില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവിച്ചത്. പക്ഷെ അന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇവന്റെ ഫോട്ടോ അടക്കം വന്നിരുന്നു അല്ലെ, മറ്റേ റൂട്ട് മാർച്ചിന്റെ ഒക്കെ ഫോട്ടോ വന്നിരുന്നു ഡിവൈഎഫ്ഐയുടെ. കേസില് പ്രതിയായതിനു ശേഷമാണ് അംഗത്വം റദ്ദാക്കിയതെന്നും അന്നത്തെ ചാനലിലൊക്കെ പറഞ്ഞിരുന്നു. അതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഇതൊന്നും നിങ്ങൾ കാണൂല, നിങ്ങൾക്ക് ഇത് കാണേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഇതൊന്നും നിങ്ങൾ കാണൂല. ലസിത പാലക്കൽ എന്ത് ചെയ്തു, ലസിത പാലക്കൽ എവിടെ പോയി, ലസിത പാലക്കൽ അയ്യോ അങ്ങനെ ചെയ്തു, ലസിത പാലക്കൽ മക്കളെ ഉപേക്ഷിച്ചു പോയി, ലസിത പാലക്കൽ ഇതാ വേറൊരുത്തരെ കല്യാണം കഴിച്ചു, ഇതൊക്കെ അന്വേഷിക്കാനല്ലേ നിങ്ങൾക്ക് സമയമുള്ളൂ അല്ലേ. സംഭവം തന്നെ ജനങ്ങൾക്ക് നിയമ സംവിധാനത്തോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെ. കാശും അധികാരവും ഉണ്ടെങ്കിൽ ഏതവനും എന്തും ചെയ്യാമെന്നുള്ള ഒരിതായി ഇന്ന് കേരളം മാറിക്കഴിഞ്ഞു. എന്താ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ തന്നെ പറ. അപ്പൊ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, ബാഡ് കമന്റ് ഇടുന്നത് ആരാന്ന് എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. ഓക്കെ. അപ്പം വാളയാറിന് ശേഷം തോരാത്ത കണ്ണീരുമായിട്ട് ഒരമ്മ കൂടി ഇന്നിവിടെ ഉണ്ടായി, അതായത് വണ്ടിപ്പെരിയാറിന് അല്ലേ. വാളയാറിന്റെ വിഷയങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു തന്നെയല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ശങ്കരനാരായണന്മാർ പുനർജനിക്കണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രയും തോന്നിയാസത്തരം കാണിച്ചു കൂട്ടിയിട്ടും ഇവനെ പോലെയുള്ള ആൾക്കാരെ വെറുതെ വിടുന്നതിനോടുള്ള നിയമം നിങ്ങൾ ശരിവെക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. ഇതിൻ്റെ അകത്ത് വരുന്ന ബാഡ് കമന്റ് ഞാൻ ഒന്നും വായിച്ചിട്ടില്ല, ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ല. എൻ്റെതായ അഭിപ്രായം മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു വിധിയാണ്, അതായത് കോടതി മുഖാന്തരം ഇന്ന് ആ പ്രതിനെ വെറുതെ വിട്ടത്. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇത്രയധികം വേവലാതിപ്പെടേണ്ട ഒരാവശ്യമില്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും ഉള്ള എനിക്കറിയാം എങ്ങനെയാ നോക്കേണ്ടത് എന്നുള്ളത്. ഈ പറയുന്ന വ്യക്തികൾ ആരുമല്ല എൻ്റെ കുടുംബത്തിന് ഭക്ഷണം തരുന്നതും എൻ്റെ മക്കളെ നോക്കുന്നതും എല്ലാം ചെയ്യുന്നത്. ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു വോയിസും ഇല്ല. കാരണം വോയിസ് ഉണ്ടെങ്കിൽ അത് 100ൽ ഒരു 10% നല്ല ആൾക്കാരുണ്ടെങ്കിൽ ആ നല്ല ആൾക്കാരിൽ ഞാൻ പെടുത്തൂല. കാരണം എന്താണെന്നറിയാവോ, പറയുന്ന ആള് പുണ്യവതിയോ പുണ്യവാളനോ ആണെങ്കിൽ ഞാൻ അംഗീകരിക്കായിരുന്നു. ഇത് കഷ്ടം. അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ ബാഡ് കമന്റ് വരുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത്രയും ഒരു കുട്ടിയുടെ കാര്യത്തിൽ, അതായത് 3 വയസ്സ് മുതൽ പീഡനം, ഒടുവിൽ 6 വയസ്സുകാരിയെ കെട്ടിത്തൂക്കിയ ഒരു വിഷയമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്തത്. പ്രബുദ്ധന്മാർ, അതായത് പ്രബുദ്ധ മലയാളികൾ പറയുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ കമന്റ് കാണുന്നത്. അത്രയും വൃത്തികെട്ട പ്രബുദ്ധ മലയാളികളുടെ നടുവിലാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല നിങ്ങളും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരിക നായകന്മാരും വായ തുറക്കൂല. വണ്ടിപ്പെരിയാർ യഥാർത്ഥ പ്രതി എവിടെ കമ്മി ആയതുകൊണ്ട് ഒരക്ഷരം പോലെ അനങ്ങൂലാരും. അപ്പൊ ഇത് ഇന്ന് മാത്രം സംഭവമല്ല, ഇത് കാലാകാലങ്ങളായിട്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരക്ഷരം ഒരാളും മിണ്ടൂല. മിണ്ടിയോ പിന്നെ അവരെ വീടാക്രമണമായി, പിന്നെ അവരെ വീട്ടിൽ ആരെങ്കിലും കെട്ടിത്തൂക്കലായി. ഇതൊക്കെയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. പിന്നെ ഒരു വിഭാഗത്തിന്റെ ആൾക്കാർ മാത്രം ഇവിടെ ബാഡ് കമന്റ് ഇടക്കാൻ കാരണം അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അവരതിന്റെ പിറകെയാ പോവുക. ഇന്ന് ലസിത പാലക്കലിന് ലസിത പാലക്കലിനെ കീചകവധം ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കുറെ കോമഡി താരങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഇതിലൊന്നും ഞാൻ വകവെക്കുന്നില്ല. കാരണം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു,
ഞാൻ പോകും. ഞാൻ നിങ്ങളെ കമന്റോ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാറില്ല, മറ്റുള്ള ആൾക്കാരുടെ പോസ്റ്റോ. എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ അകത്തും അക്കൗണ്ടിൻ്റെ അകത്തും പിന്നെ ഒരു ഒഫീഷ്യൽ പേജിൻ്റെ അകത്തും വരുന്ന കാര്യങ്ങൾ എൻ്റെതായ കാര്യങ്ങൾ, എൻ്റെതായ അഭിപ്രായങ്ങൾ മാത്രമായിരിക്കും. ഓക്കെ, പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ള തൻ്റെ ഇടമൊക്കെ നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിക്കാം. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അഭിപ്രായം പറയാടോ. സാംസ്കാരിക നായകന്മാരൊക്കെ ഉറക്കത്തിൽ തന്നെ അവരോടൊന്നും പറഞ്ഞൊന്നും ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും വൃത്തികെട്ട രീതിയിൽ പ്രതികരിക്കാനുള്ള ശേഷിയൊക്കെ അവർക്കൊന്നും ഇല്ല. കാരണം ഇത് കേരളം ഭരിക്കുന്നത് ആരാണ്? പിണറായി സർക്കാരാണ്. അപ്പൊ പിണറായി സർക്കാരിനെതിരെ ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ സൈബർ ബുള്ളിങ് ആയിരിക്കും. പിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തന്നെ തീറ്റിപ്പോറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നാന്ന് വെച്ചാൽ പകൽ സുഡാപ്പി ആണെങ്കിൽ രാത്രി ഡിവൈഎഫ്ഐ ആയിരിക്കും, രാത്രി ഡിവൈഎഫ്ഐ ആണെങ്കിൽ പകൽ സുഡാപ്പികളായിരിക്കും. ഇങ്ങനെയുള്ള കുറെ ഐറ്റംസും ഇവിടെയുണ്ട്. അതുകൊണ്ട് ഒരാൾക്കും ഒരക്ഷരം പോലും ഒരു സംസാരവും ഉണ്ടാവില്ല. പ്രദീപ് ചേച്ചി, ഞാൻ വണ്ടിപ്പെരിയാറുള്ളവനാ സർ. അമൽ എസ് ടി ദയച്ചു നിങ്ങൾ അത് അവരെ സംസ്കാരം. എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെതായ ലെവലിൽ ഞാൻ പോകുന്നു, അവരവരുടേതായ ലെവലിൽ അവർ പോകുന്നു. രാജേഷ് കുട്ടികളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചവൾ ആണോ രാജേഷേ? വളരെ കഷ്ടായിപ്പോയല്ലോ. ഷമീർ, ഓ ഇതൊക്കെ കേട്ടിട്ട് ഞാനങ്ങ് തളർന്നുപോയി എന്ന് വിചാരിച്ചവർക്ക് തെറ്റി. ഇതൊക്കെ കേട്ടിട്ട് എൻ്റെതായ അഭിപ്രായങ്ങൾ ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ലവ് ജിഹാദിന്റെ വിഷയമാണെങ്കിൽ അത് 1000 ഇരട്ടി വർദ്ധിക്കും എന്ന് ഞാൻ പറയും. ഓക്കെ, എന്തോ ഒരു ചൊല്ലുണ്ട്, അതുപോലത്തെ അവസ്ഥയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയുക. മനസ്സിലായില്ലല്ലോ? നിങ്ങളെ അഭിപ്രായം കൂടി കേൾക്കട്ടെന്നേ. കേരളം ആര് ഭരിക്കണം. ഉമ്മർ ഫറൂഖ്, നിന്റെ പേരിൽ കേസ്. ധൈര്യമായിട്ട് കൊടുക്കണേ ചേട്ടാ. ജ്യോതി അമ്മു, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്നെയാണ് ഇതുവരെ ഞാൻ പ്രവർത്തിച്ചത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ പ്രവർത്തിച്ചില്ല. എൻ്റെ നാട്ടിലൊന്ന് വന്നിട്ട് ഒന്ന് അന്വേഷിച്ചാൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം മാത്രമാണ്. ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇടുന്നതാണ്. അപ്പം ആരും ഉറങ്ങരുത്, എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.